ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നാം രണ്ടാമത്തെ ക്വാർട്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ആറാമത്തെ പാഠമാണ്. അതിൻ്റെ തലക്കെട്ട് 2 സാക്ഷികൾ. ഇതിന് മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമുക്കറിയാം, ദൈവവചനം പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ഈ മുൻപുള്ള പാഠങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നൂറ്റാണ്ടുകളായി ദൈവവചനം വിച്ഛേദിക്കപ്പെട്ടു, സംശയിക്കപ്പെട്ടു, നിരാകരിക്കപ്പെട്ടു. അത് ആശ്രമങ്ങളിൽ ചങ്ങലക്കിട്ടു, പൊതുസ്ഥലങ്ങളിൽ അഗ്നിക്കിരയാക്കി, കീറി മുറിച്ച് തുണ്ടം തുണ്ടമായി കീറിക്കളഞ്ഞു. അങ്ങനെ പല പല പീഡനങ്ങൾ. അതുപോലെ തന്നെ വിശ്വാസികളും പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അവർ പരിഹസിക്കപ്പെട്ടു, തടവിലാക്കപ്പെട്ടു, രക്തസാക്ഷിത്വം വരിച്ചു. അതുപോലെ നാം നോക്കുമ്പോൾ മധ്യകാലഘട്ടത്തിൽ സഭയിലെ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡനത്തിലൂടെ അവർ കടത്തിവിട്ടു. അടിച്ചമർത്തലുകളും പീഡനവും അങ്ങനെ പല പല തരത്തിലുള്ള വിഷമങ്ങൾ അവർ നേരിട്ടു. നാം മുൻപ് പഠിച്ചതുപോലെ തന്നെ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളായിരുന്നു വില്യം ടിൻഡേൽ. ഈ വില്യം ടിൻഡേൽ ഒരു ദിവസം ടിൻഡേലിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ ബൈബിൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പണം നിങ്ങൾക്ക് സ്വരൂപിക്കുവാൻ സാധിച്ചു, അധികം പണം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ സാധിച്ചു, ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഉടനെ തന്നെ കോടതിയിൽ വെച്ചാണ് ചോദ്യം. വില്യം ടിൻഡേൽ മജിസ്ട്രേറ്റുമാരോട് പറയുകയാണ്, ബൈബിൾ പ്രചരിപ്പിക്കുവാൻ, ബൈബിൾ ഇത്രത്തോളം അച്ചടിക്കുവാൻ എന്നെ സഹായിച്ചത് ഡർഹോമിലെ ബിഷപ്പാണ്. അവർക്ക് വളരെയധികം അതിശയം തോന്നി. കാരണം ഈ മധ്യകാലഘട്ടത്തിൽ 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ അവർ പീഡനം അനുഭവിച്ചത് ശരിക്കും ഈ പാപ്പാത്വത്തിൻ്റെ കീഴിൽ പീഡനം അനുഭവിക്കുമ്പോൾ ഒരു ബിഷപ്പ് എങ്ങനെ വേദപുസ്തകം തർജ്ജമ ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതിന് ഈ മജിസ്ട്രേറ്റുമാർ ആകപ്പാടെ അവർ അന്തം വിട്ടു. അപ്പോഴാണ് ഈ വില്യം ടിൻഡേൽ അതിന് വിശദമായിട്ട് വിശദീകരണം കൊടുത്തത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഷപ്പ് അനേകം ഇയാളുടെ കോപ്പികൾ വാങ്ങി, ഈ തർജ്ജമ ചെയ്ത കോപ്പികൾ വൻ വിലയ്ക്ക് തന്നെ ഈ ബിഷപ്പ് വാങ്ങുകയുണ്ടായി. ഈ ബിഷപ്പ് അങ്ങനെ വാങ്ങിച്ചപ്പോൾ അധികം പൈസ ഈ വില്യം ടിൻഡേലിന് ലഭിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ കോപ്പികൾ ഇദ്ദേഹത്തിന് അച്ചടിക്കുവാനും സാധിച്ചു. നാം ഇന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിനല്ല, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികളാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈബിളായി അടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്രത്തോളം ദൈവവചനത്തിനെ നശിപ്പിക്കുവാൻ നോക്കുന്നുവോ അത്രത്തോളം ഇത് വളർന്നുകൊണ്ടേയിരിക്കും. ഈ ആഴ്ച നമ്മൾ തിരുവെഴുത്തുകളെക്കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നായ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും നമ്മൾ ഈ ആഴ്ചയിൽ പഠിക്കും. ഈ ആഴ്ചയിലെ നമുക്ക് പാഠം ആധാരമാക്കിയിരിക്കുന്ന വൻ പോരാട്ടം എന്ന പുസ്തകത്തിലെ 12 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ ആധാരമാക്കിയാണ്. നമുക്ക് അത് നന്നായി വായിച്ചിട്ട് ഈ പാഠങ്ങൾ പഠിക്കാം, കൂടുതൽ നന്നായി പാഠങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ടും 2 സാക്ഷികളെന്ന് തന്നെയാണ്. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്നു ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്.
ഈ വേദഭാഗത്തിൽ നമുക്ക് ഇവിടെ 2 സാക്ഷികളെ കാണുവാൻ സാധിക്കും. ആരാണ് ഈ 2 സാക്ഷികളെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഈ സാക്ഷികളുടെ 5 സവിശേഷതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സാക്ഷികൾ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആദ്യത്തെ സവിശേഷത, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. രണ്ടാമത്തെ സവിശേഷത, അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. മൂന്നാമത്തേത്, അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. നാലാമത്തേത്, വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അഞ്ചാമത്തെ സവിശേഷത, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. നാം ഈ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ 2 ഒലിവ് വൃക്ഷങ്ങളും 2 നിലവിളക്കുകളെയും കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് അത് ഒരു പ്രവചനമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സംഭവിച്ച് കഴിഞ്ഞ ഒരു പ്രവചനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം 1260 ദിവസം എന്ന് പറയുന്നത് ശരിക്കും അത് 42 മാസം എന്ന് പറയുന്നുണ്ട്, 3.5 വർഷം എന്ന് പറയും. ഇതെല്ലാം തന്നെ ഒരേ പ്രവചനം തന്നെയാണ്. നാം നോക്കുമ്പോൾ ഒലിവ് മരവും നിലവിളക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ വായിച്ചു, ഒന്നാമത്തെ പ്രത്യേകത, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രത്യേകതയിൽ നാം നോക്കുമ്പോൾ നമുക്ക് സെക്കരിയാവ് 4-ാം അധ്യായവും വെളിപ്പാട് 11-ാം അധ്യായം തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് നേരെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഒന്ന് വായിക്കാം. 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇവിടെ നാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് 1260 വർഷം, അതായത് അന്ധകാര യുഗം. ഈ അന്ധകാര യുഗത്തിനെ കുറിച്ചാണ് ഇവിടെ 1260 ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ഇതിനെക്കുറിച്ച് തന്നെയാണ് സെക്കരിയാവിലും പറഞ്ഞിരിക്കുന്നു. അവിടെ ഒലിവ് വൃക്ഷം, നമുക്കറിയാം ഒലിവ് എന്ന് പറഞ്ഞാൽ എണ്ണയാണ് സൂചിപ്പിക്കുന്നത്. എണ്ണ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അപ്പോൾ 2 വശത്തായി 2 ഒലിവ് വൃക്ഷമുണ്ട്, നടുക്ക് 2 നിലവിളക്കുകൾ. എന്നാൽ ഇവിടെ സെക്കരിയാവിൽ പറഞ്ഞിരിക്കുമ്പോൾ ഒരു നിലവിളക്കിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ അവിടെ 2 നിലവിളക്കിൻ്റെ കാര്യം പറയുന്നു. ഈ 2 നിലവിളക്ക് അത് വിളക്ക്, നമുക്ക് വെളിച്ചം, നമുക്ക് സങ്കീർത്തനങ്ങൾ 119, 105 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. എന്താണ്? നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പോൾ നിലവിളക്കെന്ന് പറഞ്ഞാൽ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു, പ്രകാശം എന്ന് പറഞ്ഞാൽ തിരുവചനത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഈ തിരുവചനം നടുക്കായിരിക്കുന്നു 2 തിരുവചനങ്ങൾ. ഈ 2 തിരുവചനങ്ങൾ തീർച്ചയായും പഴയ നിയമവും പുതിയ നിയമവും. സെക്കരിയാവിൽ ഒരു വിളക്കാണ് കാണുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 2 വിളക്ക് കാണുന്നു. അത് ഒന്ന് പഴയ നിയമവും വെളിപ്പാടെത്തിയപ്പോഴേക്കും പുതിയ നിയമവുമുണ്ട്. അങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും 2 വശത്തായിട്ട് 2 ഒലിവ് വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ വിളക്ക് കത്തണമെങ്കിൽ അതിന് എണ്ണ ആവശ്യമാണ്. ആ എണ്ണ പകരുന്നത് ഈ 2 വശത്ത് നിൽക്കുന്ന ഒലിവ് വൃക്ഷങ്ങളാണ്. ഈ ഒലിവ് വൃക്ഷങ്ങളിൽ നിന്ന് ഈ
വിളക്കിലേക്ക് പകരുകയും അങ്ങനെ ഈ വിളക്ക് കെടാതെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ വിളക്കിന് ശക്തിയുണ്ട്. ഈ വിളക്കിൻ്റെ ശക്തിയാണ് നമ്മൾ നേരത്തെ വായിച്ച അവർക്ക് എന്താണ്, തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. പലപ്പോഴും ഈ തിരുവചനത്തിനെ തീ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി വളരെയധികം പേർ ശ്രമിച്ചു. എന്നാൽ എത്രത്തോളം നശിപ്പിച്ചു കൊണ്ടിരുന്നോ, നമ്മൾ പറഞ്ഞതുപോലെ ഡർഹോമിലെ ബിഷപ്പ് അത് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് തീർച്ചയായും അന്ന് എല്ലാ കോപ്പികളും വളരെ വില കൊടുത്ത് വാങ്ങിയത്. എന്നാൽ അതിനനുസരിച്ച് ഈ വില്യം ടിൻഡേലിന് കൂടുതൽ കോപ്പി എടുക്കാനുള്ള പണം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഇതിനെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലത്തിൽ ഈ വേദപുസ്തകം, ഈ കോപ്പികൾ എല്ലാം തന്നെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. എന്നാൽ ആ വചനം തന്നെ ഒരു തീയായി മാറുകയും അത് എല്ലാവരിലേക്കും എത്തുകയും ചെയ്തു. അത് നശിപ്പിക്കുന്നവരെ അത് നശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നാം പിന്നെ നോക്കുമ്പോൾ അവർക്ക് ദോഷം വരുത്താൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും. അതിൽ തന്നെ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് മഴ പെയ്യാതെ കൊണ്ട് ആകാശം അടച്ചു കളയാൻ അവന് കഴിയുന്നുണ്ട്. നമുക്കറിയാം ഏലിയാവിൻ്റെ കാലത്ത് മഴ നിന്നുപോയി 3.5 വർഷത്തേക്ക്. അതുപോലെ തന്നെ വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ സകല ബാധ കൊണ്ടുവരുവാനും വെള്ളത്തെ രക്തമാക്കി മോശയുടെ കാലത്ത്. അതുപോലെ തന്നെ 10 ബാധകൾ അവരെ ബാധിച്ചു. ഇതെല്ലാം വചനത്തിൻ്റെ ശക്തിയാലാണ് ഇതെല്ലാം സാധിച്ചത്. അവർ ഇങ്ങനെയെല്ലാം സാക്ഷ്യം നിന്നു. ഇതെല്ലാം സാക്ഷ്യം തീർത്ത ശേഷം അവിടെ ആഴത്തിൽ നിന്ന് ഒരു മൃഗം അതാ കയറി വരുന്നു. ഈ ആഴത്തിൽ നിന്നുള്ള മൃഗം എന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ ഫ്രഞ്ച് റവല്യൂഷനാണ്. ഈ ഫ്രഞ്ച് റവല്യൂഷൻ നാം മനസ്സിലാക്കുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793, അതായത് ഈ 1789 മുതൽ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രാൻസിൽ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ഫ്രഞ്ച് റവല്യൂഷനെയാണ് ഇവിടെ ആഴത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. നാം വായിക്കുമ്പോൾ ആഴത്തിൽ നിന്നുള്ള ഒരു മൃഗം ഇവിടെ കയറി വരുന്നു. മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ആ ഫ്രഞ്ച് റവല്യൂഷൻ വളരെ വലുതായി ഇങ്ങോട്ട് വന്നപ്പോൾ അത് വചനത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അതിനെ കൊന്നുകളയും, അതായത് അതിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതെത്തി. എന്നാൽ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അതിൻ്റെ ശവം അവിടെ കിടക്കുന്നു. അതിനെക്കുറിച്ച് എല്ലാമാണ് നമ്മൾ ഈ പാഠത്തിൽ വിശദമായി പഠിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ജീവനോടെ തിരിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇന്ന് പല ക്രിസ്ത്യാനികളും പഴയ നിയമത്തെ താഴ്ത്തിക്കെട്ടുവാനും അത് അപ്രസക്തമാണെന്നും നമുക്ക് പുതിയ നിയമം ഉള്ളതിനാൽ ആവശ്യമില്ലെന്ന് മുദ്ര കുത്തുവാനും പ്രവണത കാണിക്കുന്നു. ആ മനോഭാവത്തിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? നമുക്കിതിൽ നിന്ന് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു ആയാലും പലപ്പോഴും പഴയ നിയമത്തിൽ നിന്നാണ് വചനങ്ങൾ പുതിയ കോട്ട് ചെയ്ത് പ്രസംഗിച്ചതും ഓരോരോ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതും സാത്താനോട് വിജയിക്കാൻ ഉപയോഗിച്ചതുമെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പഴയ നിയമം വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ഈ സാക്ഷികളിൽ ഒന്ന് പഴയ നിയമമാണ്, പിന്നെ പുതിയ നിയമം. അത് ദൈവവചനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഴയ നിയമം തീർച്ചയായും ആവശ്യമാണ്. അത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് പ്രവാചക കാലഘട്ടങ്ങൾ. നമുക്ക് 1-2 വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം 14-ഉം വാക്യങ്ങൾ. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി
ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. എൻ്റെ 14-ാം വാക്യം, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ദാനിയേൽ 7:25, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1260 ദിവസവും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദാനിയേൽ പറഞ്ഞിരിക്കുന്ന 1 കാലവും 2 കാലവും അരക്കാലവും, അതുപോലെ തന്നെ ഇവിടെ വെളിപ്പാട് പ്രവചനത്തിലും പറഞ്ഞിട്ടുണ്ട് 1 കാലവും 2 കാലവും അരക്കാലവും, അതായത് 3.5 വർഷം. 1 കാലം 1, 2 കാലം 2, അരക്കാലം 3.5 വർഷം. ഈ 3.5 വർഷവും നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 360 ദിവസം വെച്ച് ഒരു വർഷത്തിൽ നാം കണക്കാക്കുകയാണെങ്കിൽ അത് 1260 കിട്ടും. അതുപോലെ തന്നെ 42 മാസം നമ്മൾ 30 വെച്ച് 30 നമുക്ക് കണക്കാക്കണമെങ്കിൽ അതും 1260 ദിവസം നമുക്ക് ലഭിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാനിയേൽ 7:25 പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവചനം ഇവിടെ സംഭവിക്കുന്നു. അതായത് റോമൻ സാമ്രാജ്യം അവിടെ തകരുന്നു. റോമൻ സാമ്രാജ്യം തകർന്നതിന് ശേഷം പോപ്പ് അധികാരത്തിലേക്ക് കടന്നു വരുന്നു. ഈ പോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ കൊമ്പ് എന്നാണ്, ഒരു ചെറിയ കൊമ്പ് മുളച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആ ഉടലെടുത്ത ചെറിയ കൊമ്പാണ് പാപ്പാത്വം, അതായത് പോപ്പിൻ്റെ ഭരണകാലം. അത് ശരിക്കും 1260 വർഷമാണ് അത് തുടർന്നത്. അത് തുടങ്ങിയത് AD 538 അത് അവസാനിച്ചത് 1798. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നാളെ പഠിക്കാം, നാളത്തെ പാഠത്തിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പീഡനങ്ങൾ ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വന്നു. ഒരു അന്ധകാര യുഗമായതും ബൈബിൾ ആർക്കും ഇല്ലായിരുന്നു. അവർ പറയുന്ന ഇടയലേഖനങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വേദവാക്യമായിട്ട് എല്ലാവരും എടുത്തിരുന്നത്. ഒരിക്കലും ബൈബിൾ വിശ്വാസികളുടെ കയ്യിൽ ലഭിച്ചിരുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ബദലായി മനുഷ്യരുടെ കൽപ്പനകൾ നിലവിൽ വന്നു. ഈ കാലഘട്ടത്തിൽ മതേതര ശക്തിയുമായി അവർ ഐക്യപ്പെട്ടു. അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒരു വലിയ കൂമ്പാരത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു ഈ തിരുവചനങ്ങൾ. ആ തിരുവചനം ആ സമയത്ത് രട്ടുടുത്തും കൊണ്ട് നിന്നു. രട്ടുടുത്തുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ അത്രയും വിഷമകരമായ ഒരു സാഹചര്യം. രട്ടിലും വെണ്ണീരിലും കിടക്കുക എന്ന് പറയുന്ന പോലെ ആ ഒരു രട്ടുടുത്തും കൊണ്ട് നിൽക്കുന്നു എന്നുള്ള നമ്മൾ നേരത്തെ വായിച്ചു 11-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ രട്ടുടുത്തുകൊണ്ടാണ് തിരുവചനം ആ സമയത്ത് നിന്നത്. ആ സമയത്ത് എല്ലാവരും പാരമ്പര്യത്തിൻ്റെയും ആചാരത്തിൻ്റെയും പുറകെ പോയി. അതിന് ഒരിക്കലും ബൈബിൾ വായിക്കുവാനോ ബൈബിളിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാനോ ആരും അതിന് ഒരുമ്പെട്ടില്ല. എന്നാൽ ഒരുമ്പെട്ട വളരെ കുറച്ച് വിശ്വാസികളും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വാൽഡൻസികൾ, ജോൺ ഹസ്, ജെറോം, മാർട്ടിൻ ലൂതർ, ഉൾറിക് സ്വിംഗ്ലി, ജോൺ കാൽവിൻ, ചാൾസ് വെസ്ലി, കൂടാതെ മറ്റ് അനേകം പരിഷ്കർത്താക്കളും ഈ ശരിക്കുള്ള വചനം പഠിക്കുവാൻ അവർ മനസ്സ് കാണിച്ചു. അങ്ങനെ ആ വചനം അവിടെ സംരക്ഷിക്കപ്പെടുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി അനേകം ക്രിസ്ത്യാനികൾ ഇന്ന് നടത്തുന്ന ചില പഠിപ്പിക്കലുകൾ എന്തെല്ലാമാണ്? നമുക്ക് അനേക പഠിപ്പിക്കലുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. പാരമ്പര്യത്തിൽ മാത്രം ഊന്നിക്കൊണ്ട്, വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്. ഞായറാഴ്ച ആചാരം തന്നെയാണ് ഒരു ഏറ്റവും വലിയ ഉദാഹരണം.
അവർ ഞായറാഴ്ച പോകുന്നതിന് യാതൊരു ബൈബിളിലെ അടിസ്ഥാനവുമില്ല. അത് ശരിക്കും പാരമ്പര്യത്തിൽ മാത്രം ഊന്നിയുള്ള കാര്യമാണ്. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് 2 സാക്ഷികൾ കൊല്ലപ്പെട്ടു. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം തന്നെയാണ്. അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെൽപ്പാൻ സമ്മതിക്കുകയില്ല. നമുക്കിവിടെ ആ തിരുവചനത്തിൻ്റെ ഒരു തോൽവി, അതായത് ഒരു കൊല്ലപ്പെടലിൻ്റെ അവസ്ഥ ആണ് ഇവിടെ കാണിച്ചത്. ഇതെല്ലാം പ്രതീകാത്മകമായി ശരിക്കും ആ വചനം മരിച്ച അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. നമുക്കിതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് നോക്കാം. AD 538 ആയപ്പോഴേക്കും വിജാതീയ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ കിഴക്കൻ റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ തൻ്റെ എല്ലാ അധികാരങ്ങളും, അതായത് സിവിൽ, രാഷ്ട്രീയ, മതപരമായ എല്ലാ അധികാരങ്ങളും ഈ വിജീലിയസ് എന്ന പോപ്പിന് അടിയറ വച്ചു. അങ്ങനെ ആ മധ്യകാല സഭയുടെ ആധിപത്യത്തിൻ്റെ നീണ്ട കാലഘട്ടം അവിടെ ആരംഭിക്കുകയാണ്. പീഡനത്തിൻ്റെ കാലഘട്ടം, അന്ധകാരയുഗത്തിൻ്റെ കാലഘട്ടം. അത് AD 1798 വരെ നീണ്ടു. നമുക്ക് ഒരിക്കലും മറക്കില്ലെന്ന് തോന്നുന്നു. ഈ അന്ധകാരയുഗത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 538 മുതൽ 1798 വരെയാണ്. അപ്പോൾ ആ റോമിലേക്ക് എതിരില്ലാതെ ഇവർ ഈ പാപ്പാത്തം കടന്നു കയറുകയാണ്, ആ ചെറിയ കൊമ്പ് കടന്നു കയറുകയാണ്. ആ സമയത്ത് അങ്ങനെ വാണുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിയൂസ് 6-ാമൻ മാർപ്പാപ്പയെ ഈ നെപ്പോളിയൻ്റെ ആജ്ഞ പ്രകാരം അവിടെ ജനറൽ ബർത്തിയർ ഈ പിയൂസ് 6-ാമൻ മാർപ്പാപ്പയെ ബന്ധിക്കുകയും അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഫ്രാൻസിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ഈ പിയൂസ് 6-ാമൻ മാർപ്പാപ്പ മരിക്കുകയാണ്. അങ്ങനെ ആ അന്ധകാര യുഗത്തിന്, അഥവാ ഈ പാപ്പാത്തത്തിൻ്റെ ഭരണത്തിന് അവിടെ അവസാനം വരികയാണ്. അത് നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ശരിക്കും 1260 വർഷം നമുക്ക് ലഭിക്കും. അപ്പോൾ ബൈബിളിൻ്റെ പ്രവചനത്തിൻ്റെ എന്തുമാത്രം ശക്തമായ ആവിഷ്കാരമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ദാനിയേൽ പ്രവചനത്തിൽ 1260 വർഷത്തിൻ്റെ പ്രവചനം നാം കാണുന്നത് ശരിക്കും ക്രിസ്തുവിനും 500 വർഷം മുൻപാണ്. ക്രിസ്തു ജനിച്ചതിനും 500 വർഷം മുമ്പും കാണുന്ന ഈ പ്രവചനം, അതും കഴിഞ്ഞ് 2300-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതിവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രവചനം എന്തുമാത്രം ശരിയായി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അഗാധമായ കുഴിയിൽ നിന്നും കയറിയ മൃഗം, അതായത് തിരുവെഴുത്തുകൾക്കെതിരെ യുദ്ധം ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് 1789 ഫ്രഞ്ച് വിപ്ലവം അവിടെ ആരംഭിക്കുകയാണ്. ഈ ഫ്രഞ്ച് വിപ്ലവം അവിടെ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ യുക്തിവാദമാണ് അവരുടെ മതം. അവർക്ക് വേറെ ഒരു മതത്തിലും വിശ്വാസമില്ല, വേറെ ഒരു മതവും ആവശ്യമില്ല. ഒരു യുക്തിവാദം അവരുടെ മതമായിട്ട് അവരേറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ യുക്തിവാദം സർക്കാർ ഔദ്യോഗികമായി സ്ഥാപിച്ചു. നവംബർ 10, 1793 നവംബർ 10 അവർ രാജ്യവ്യാപകമായി ഒരു ഉത്സവം നടത്തി. അതുപോലെ തന്നെ ഈ പള്ളികൾ അവിടെ ഉണ്ടായിരുന്ന, അതുവരെയും ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പള്ളികളെല്ലാം തന്നെ അവർ ക്ഷേത്രങ്ങളാക്കി മാറ്റി. ഈ യുക്തിവാദത്തിൻ്റെ ക്ഷേത്രങ്ങളാക്കി അവർ മാറ്റുകയാണ്. അതുപോലെ വേറൊരു കാര്യം അവർ ചെയ്തു. ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ യുക്തിയുടെ ദേവതയായി സിംഹാസനത്തിൽ അവരോധിച്ചു. ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ യുക്തിവാദിയുടെ
യുക്തിയുടെ ദേവതയായി സിംഹാസനത്തിൽ അവരോധിച്ചു. അങ്ങനെ വേദപുസ്തകങ്ങൾ തെരുവീഥികളിട്ട് കത്തിച്ചു. ദൈവമില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ ഈ രണ്ട് സാക്ഷികൾ, പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ഈ രണ്ട് സാക്ഷികൾ, അവരെ കൊല്ലാൻ ദൈവമില്ലാത്ത മനുഷ്യൻ മുഖേന സാത്താൻ പ്രവർത്തിച്ചു. അവരുടെ മൃതദേഹങ്ങൾ നമ്മൾ ഒരു വെളിപ്പാട് പ്രവചനത്തിൽ പറഞ്ഞ 11:8 നമ്മൾ വായിച്ച പോലെ അവരുടെ മൃതദേഹങ്ങൾ ആത്മീയമായി സോദോം എന്നും ഈജിപ്റ്റ് എന്നും വിളിക്കപ്പെടുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ കിടക്കും. അവിടെ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അവിടെ നമ്മുടെ കർത്താവായ യേശു വചനമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വചനമാകുന്ന ദൈവം, വചനം ആകുന്ന കർത്താവായ യേശു ക്രിസ്തു അവിടെ ക്രൂശിക്കപ്പെടുകയാണ്. ഇവിടെ നാം പറഞ്ഞിരിക്കുന്ന സോദോമും ഈജിപ്റ്റും ഒക്കെ പ്രതീകാത്മകമാണ്. അതായത് ഈ സോദോമും ഈജിപ്റ്റും എന്ന് പറയുന്ന സത്യദൈവത്തെ നിഷേധിക്കുന്ന അനേകം ദൈവങ്ങളുടെ ഒരു സംസ്കാരമായിരുന്നു ശരിക്കും ഈജിപ്റ്റ്. അതാണ് ഈജിപ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ സോദോം എന്ന് പറഞ്ഞാൽ കടുത്ത അധാർമികതയാണ് പ്രതിനിധീകരിക്കുന്നത്. നമുക്കിത് ഈജിപ്റ്റിനെ കുറിച്ചുള്ളത് പുറപ്പാട് 5-2 കാണുവാൻ സാധിക്കും. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ഈ രണ്ട് സാക്ഷികൾ അവിടെ നശിപ്പിക്കപ്പെടുകയാണ്. അവർ പ്രചരിച്ച നിരീശ്വരവാദവും അധാർമികതയും നിമിത്തം അത് മരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഈ നിരീശ്വരവാദവും അവരുടെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുകയും അങ്ങനെ ഈ നിരീശ്വരവാദം ശരിക്കും 3.5 വർഷം നീണ്ടു നിന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൽപ്പന, ഈ നിരീശ്വരവാദത്തിൻ്റെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് നവംബർ 26, 1793 നവംബർ 26 അത് കഴിഞ്ഞ് ഈ നിയന്ത്രിത മതനിയമങ്ങൾ നീക്കം ചെയ്തത് ജൂൺ 17, 1797 അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 3.5 വർഷം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ വെളിപ്പാട് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 3.5 ദിവസം അവിടെ ആ വീഥിയിൽ കിടക്കും, ആ സോദോമിലും ഈജിപ്റ്റിലും കിടക്കും. അത് ആരും മറവ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ അതവിടെ കിടന്നു. അത് ആരും അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതവിടെ തന്നെ ആയിരുന്നു. ഇവിടെ കൃത്യം ആ 3.5 മാസം എന്ന് കാണിച്ചിരിക്കുന്നത് ശരിക്കും 3.5 വർഷമാണ്. ആ 3.5 വർഷമാണ് ഈ കാലയളവ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം 2 സാക്ഷികൾ ഉയർത്തെഴുന്നേറ്റു. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായിത്തീർന്നു. നമുക്കിവിടെ ഒരു പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമാണ് കാണുവാൻ സാധിക്കുന്നത്. 3.5 ദിവസം കിടക്കുമെന്ന് പറഞ്ഞത് 3.5 വർഷം, അത് 3.5 വർഷത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ കൃത്യം 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുകയാണ്. അങ്ങനെ ആ തിരുവചനം മരിച്ച അവസ്ഥയിലായിരുന്നു നാം കഴിഞ്ഞ ദിവസം കണ്ടത്. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനം വരികയും അങ്ങനെ തിരുവചനം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനത്തിൽ ആലങ്കാരികമായി പറഞ്ഞാൽ ദൈവവചനം വീണ്ടും ജീവസുറ്റതായി തീർന്നു. ശക്തമായ ഒരു നവോത്ഥാനമുണ്ടായി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ സ്ത്രീകളും പുരുഷന്മാരും ഉയർത്തെഴുന്നേറ്റ് വന്നു. അവർ ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിച്ചു. അതായത് വില്യം ക്യാരി എന്നുള്ള ആ വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ബഹുഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തു. അങ്ങനെ തന്നെ വലിയൊരു ബൈബിൾ വിപ്ലവം എന്ന് തന്നെ പറയാം. അതിന് അവിടെ തുടക്കം കുറിക്കുകയാണ്. ലോകമെമ്പാടും ഈ തിരുവചനം എത്തിച്ചേർന്നു. ഇതിൻ്റെ തന്നെ ഒരു എഴുത്തുകാരനായ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായ വോൾട്ടയർ,
ഈ വോൾട്ടയർ ഒരു ദിവസം വീമ്പിളക്കിക്കൊണ്ട് പറയുകയാണ്, 12 പേർ ക്രിസ്തുമതം സ്ഥാപിച്ചുവെന്ന ആളുകൾ ആവർത്തിക്കുന്നത് കേട്ട് എനിക്ക് മടുത്തു. അത് അട്ടിമറിക്കാൻ ഒരാൾ മതിയെന്ന് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞാണ് വളരെ വീമ്പോടുകൂടി ഈ വോൾട്ടയർ പറഞ്ഞത്. എന്നാൽ ഈ വോൾട്ടയറിൻ്റെ കാലത്ത് തന്നെ 100 കോപ്പികൾ ഉണ്ടായിരുന്നിടത്ത് ദശലക്ഷക്കണക്കിന് കോപ്പികൾ ഇന്നുണ്ട്. അന്ന് തന്നെ അത് പ്രചരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ അത് ദശലക്ഷക്കണക്കിന് കോപ്പികൾ ഇന്ന് ബൈബിളുണ്ട്. അതുപോലെ എലൻ ജി വൈറ്റ് പറയുകയാണ്, വേദപുസ്തകം കൊല്ലൻ്റെ ആലയിലെ അടക്കല്ല് പോലെയാണ്. അത് അനവധി ഇരുമ്പ് ചുറ്റുകളെ പ്രവർത്തനമില്ലാതാക്കിയിട്ടുണ്ട്. എന്തെല്ലാം പീഡനങ്ങൾ വന്നിട്ടും അതിലൊന്നും അടിപതറാതെ ആ തിരുവചനം നന്നായി തന്നെ നിലകൊണ്ടു. അത് എല്ലാവർക്കും അത് ഒരു അടകല്ല് പോലെ ആയിത്തീർന്നുകൊണ്ട് എല്ലാ ചുറ്റികളെയും തകർത്ത് എറിഞ്ഞുകൊണ്ട് മുന്നേറി. നമുക്ക് ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 119-89 വാക്യം. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് നമ്മുടെ വചനം. അതുപോലെ തന്നെ 111-7-8 വാക്യങ്ങൾ. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസയോഗ്യം തന്നെ. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ എപ്പോഴും സത്യവും ന്യായവുമാണ്, അത് വിശ്വാസയോഗ്യവുമാണ്. അതിൽ നിന്ന് ഈ പ്രവചനം അത് സത്യമാകുന്നതിലൂടെ അത് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനം ആക്രമിക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യാം, പക്ഷേ അതൊരിക്കലും ഉന്മൂലനം ചെയ്യപ്പെട്ടില്ല. അതിന് അനേകം പേർ തുരങ്കം വയ്ക്കുന്നു, മാനുഷിക ഘടകങ്ങളെ ഊന്നി പറയുന്നു. ദൈവിക മുദ്രയും ദൈവത്തിൻ്റെ സത്യവും നഷ്ടമാകുന്ന തരത്തിൽ അതിൻ്റെ അടിത്തറ മാന്തുന്നു. എന്തൊക്കെ ചെയ്തിരുന്നാലും വചനം ഒരിക്കലും അത് നശിച്ചു പോകുന്നില്ല. ദൈവവചനത്തിനിരയായ ഈ ആക്രമണങ്ങൾ വശീകരിക്കപ്പെടുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. അത് ഇന്നും ജീവിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളോട് അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ അത് മനുഷ്യർക്ക് പുതുജീവൻ നൽകുന്നു. ഇവിടെ ഒരു അവസാനമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഏത് പ്രവചനങ്ങൾ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു, എന്തുകൊണ്ട്? തീർച്ചയായും ഈ 3.5 വർഷത്തെ പ്രവചനം, 3.5 ദിവസം ശവശരീരം കിടക്കുമെന്നും ആരും അതിനെ അടക്കം ചെയ്യുകയില്ല എന്നുള്ള ആ പ്രവചനം തീർച്ചയായും സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കാരണം തിരുവചനം ഒരിക്കലും നശിക്കുന്നില്ല, അത് ഉയർത്തെഴുന്നേൽക്കും, അതിന് സ്വാധീനം ചെലുത്തുവാൻ കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ആക്രമണത്തിൽ അത് പതറാതെ നിലനിൽക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തും. അത് ഇരുവായത്തിലുള്ള വാളായി മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് തറച്ചു കയറാൻ കഴിവുള്ള വചനമാണെന്ന്, തിരുവചനമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയാൽ അത് നമ്മുടെ ജീവിതം കുറേ കൂടെ സന്തോഷപൂരിതവും മറ്റുള്ളവർക്ക് സ്വാധീനം ചെലുത്തുന്നതുമാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് സത്യത്തിൻ്റെ വിജയം. ഇവിടെ നമുക്ക് ഈ വൻ പോരാട്ടത്തിൻ്റെ അന്തിമ വിജയം എപ്പോഴും ദൈവത്തിനാണ് എന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നാം ഈ വെളിപ്പാട് പുസ്തകം തന്നെ അതിൻ്റെ 11-ാം അധ്യായം തന്നെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ഒരു രട്ടെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവവചനത്തെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവിടെ ഈ വചനം വിളമ്പുവാൻ പല പല തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരു ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു. അത് ശരിയായിട്ടുള്ള വചനം എല്ലാവർക്കും എത്തുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് കുറേശ്ശെ അത് വിളമ്പിക്കൊണ്ടേയിരുന്നു. വശത്ത് നിൽക്കുന്ന ഒലിവ് മരങ്ങൾ, പരിശുദ്ധാത്മാവ് അതിന് എണ്ണ പകർന്നുകൊണ്ടിരുന്നു. അത് തിരി തെളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാലും അത് പല പല ആൾക്കാരിലൂടെ അത് സംരക്ഷിക്കപ്പെട്ടത് മുന്നോട്ട് പോയി. എന്നാൽ ഒരു ഘട്ടത്തിൽ അത് താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. അത് മരണം വരിക്കുന്നു. അത് മരിച്ചു എന്ന് തന്നെ നാം കരുതുന്നു. അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്തായിരുന്നു. ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് ആ വചനം മരിക്കുകയും അത് തെരുവിൽ കിടക്കുകയും
അത് ഈജിപ്തിലും സോദോമിലും അത് കിടക്കുകയും അതിനെ ആരും മറവ് ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നു. എന്നാൽ അത് കഴിയുമ്പോൾ, ആ ഒരു 3.5 വർഷം കഴിയുമ്പോൾ, 3.5 മാസമായിട്ട് നമ്മൾ പ്രതീകാത്മകമായി പറയുമ്പോൾ, അത് കഴിഞ്ഞപ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് അത് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇവിടെയും നമുക്ക് വിജയം, സാത്താൻ്റെ നേരെയുള്ള വിജയം, അത് യേശുവിൻ്റെ വിജയമായിട്ട് അവസാനം അന്തിമ വിജയം യേശുവിനാണെന്നുള്ളത് ഇതിൽ കാണിക്കുകയാണ്. ഈ ക്രിസ്തു നമുക്ക് എപ്പോഴും വിജയിക്കുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് 11-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണു. ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവനെ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലം വരുന്നു. അങ്ങനെ ഇവിടെ ക്രിസ്തു ഇവിടെ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ 24 മൂപ്പന്മാരും ക്രിസ്തുവിൻ്റെ മുന്നിൽ കവിണ്ണു വീഴുകയാണ്. അങ്ങനെ ആ 7-ാമത്തെ കാഹളം അവിടെ ഊതുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ എന്തോ ഒരു സാധനം തുറക്കപ്പെട്ടതായിട്ട് നമുക്ക് വെളിപ്പാട് പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ എന്താണ് തുറക്കപ്പെട്ടത്? യോഹന്നാൻ എന്താണ് അവിടെ കണ്ടത്? സ്വർഗത്തിൽ നോക്കിയപ്പോൾ യോഹന്നാൻ കണ്ടത് എന്താണ്? അവിടെ എന്താണ് കണ്ടത് യോഹന്നാൻ? ഒരു ആലയം, ഇത് ദൈവാലയമാണ് കണ്ടത്. ആ ദൈവാലയത്തിൽ നാം ഒരു നിയമപ്പെട്ടകം കാണുന്നു. ആ നിയമപ്പെട്ടകത്തിൻ്റെ പുറത്ത് 2 കെരൂബുകളുണ്ട്, അതായത് മാലാഖമാരുണ്ട്. ആ മാലാഖമാരുടെ നടുവിലായിട്ട് ഒരു കൃപാസനമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ നിയമപ്പെട്ടത്തിൻ്റെ അകത്ത് 10 കൽപ്പനകളുണ്ട്. ഇതാണ് അവിടെ യോഹന്നാൻ കാണുന്നത്. ഈ 10 കൽപ്പനകൾ ആണ് ശരിക്കും എല്ലാത്തിനും ആധാരം. നമുക്കറിയാം, രക്ഷ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ നിയമം അനുസരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവ നിയമത്തോടുള്ള അനുസരണം നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണോ എന്ന് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നിയമമാണ് ന്യായവിധിയുടെ അടിസ്ഥാനവും മാനദണ്ഡവും. ഈ വസ്തുത അവസാന കാലത്ത് വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. ഇതിൻ്റെ അവസാന കാലത്ത് നാം നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ദൈവനിഷേധവും വെളിപ്പാട് 11-ൽ ചിത്രീകരിച്ചിരുന്ന മഹത്തായ പാരമ്യവും തമ്മിൽ ശ്രദ്ധേയമായ വൈരുദ്ധ്യം ഇന്ന് നമ്മോട് എങ്ങനെ സംസാരിക്കുന്നു? തീർച്ചയായും ഈ ഫ്രഞ്ച് വിപ്ലവവും ഇതെല്ലാം നമ്മോട് സംസാരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വചനം നിലനിൽക്കും എന്ന് തന്നെയാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചത്തെ പാഠം കൂടുതൽ ചിന്തയ്ക്ക്. ഇവിടെ നമുക്ക് വിശ്വാസികൾ കടന്നുപോയ അനേകമായ പീഡനങ്ങളെക്കുറിച്ച് പറയുന്നു. വേദപുസ്തകം നിരോധിച്ചപ്പോൾ, സാക്ഷ്യം വികലമാക്കപ്പെട്ടപ്പോൾ, പിശാചും മനുഷ്യരും ചേർന്ന് മനുഷ്യഹൃദയങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് അകറ്റിയപ്പോൾ അനേകമായ പീഡനങ്ങൾ വിശ്വാസികൾ നേരിടേണ്ടതായിട്ട് വന്നു. അവർ വേട്ടയാടപ്പെട്ടു, ഒറ്റുകൊടുക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. ഇതെല്ലാം അവിടെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫ്രാൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപ്ലവം, റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രാൻസിൽ വിപ്ലവം പുറപ്പെട്ടു.
ഈ ഫ്രാൻസിലെ വിപ്ലവത്തിൻ്റെ സമയത്ത് അവിടെ നിയമങ്ങളുണ്ടായിരുന്നില്ല. അവർക്ക് മതം ആവശ്യമില്ലായിരുന്നു, മത നിയമങ്ങൾ ആവശ്യമില്ലായിരുന്നു. അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ അവർ ഒരു വരയിട്ടാൽ അത് അങ്ങനെ ആ വരയുടെ ആവശ്യം അവർക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ അവിടെ ആ ദേശം തന്നെ കുറ്റകൃത്യങ്ങളാൽ നിറയുന്ന ഒരവസ്ഥയുണ്ടായി. തകർന്നടിഞ്ഞ നഗരങ്ങളിൽ നിന്നും നശിച്ചുപോയ പ്രവിശ്യകളിൽ നിന്നും ഭയാനകമായ നിലവിളി കേട്ടു. നിരാശയുടെയും ഭീതിയുടെയും നിലവിളിയായിരുന്നു അത്. ഭൂകമ്പത്താൽ കുലുങ്ങുന്നത് പോലെ ഫ്രാൻസ് ഇളകിയാടി. മതം, നിയമം, സാമൂഹ്യ കെട്ടുപാട്, കുടുംബം, രാഷ്ട്രം, സഭ എന്നിവ തകർന്നു. ദൈവകൽപ്പനയ്ക്കെതിരായ ഭക്തികെട്ടവർ എഴുന്നേറ്റപ്പോൾ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഈ നിയമമില്ലാത്ത ഈ സ്ഥലത്ത് ഒരിക്കലും നിയമവാഴ്ച സാധ്യമല്ല. നമുക്കറിയാം, ഞങ്ങൾ ഇസ്രായേലിലും ജോർഡൻ, ഈജിപ്റ്റ് രാജ്യങ്ങളിൽ ഒരു പ്രാവശ്യം സന്ദർശിച്ചപ്പോൾ അവിടെ ഞങ്ങളുടെ ബസ് ഒരു സ്ഥലത്ത് കൂടി കടന്നു പോകുമ്പോൾ ഗൈഡ് പറയുകയായിരുന്നു, ഇവിടെ നിയമമില്ലാത്ത സ്ഥലമാണ്, ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, നിയമമില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. നിയമമില്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷേ നിയമമില്ലെങ്കിൽ സമാധാനമില്ലാത്ത ഒരന്തരീക്ഷമാണ് അവിടെ ശരിക്കും അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊരു സ്വാതന്ത്ര്യമെല്ലാം തോന്നിയേക്കാം, പക്ഷേ അത് സമാധാനമില്ലായ്മയിലേക്കും അസമാധാനത്തിലേക്കും നയിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രേറ്റ് കോൺട്രവേഴ്സി എലൻ ജി വൈറ്റ് പറഞ്ഞിരിക്കുകയാണ്, വെളിപ്പെടുന്ന ഓരോ ചുമതലയും അനുഷ്ഠിക്കുകയും ഓരോ പ്രകാശരശ്മിയും കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സഭ ദിവ്യ പരിപാലനത്തിൻ്റെ വാതിലിലൂടെ പിന്തുടരുന്നില്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ രൂപഘടനയായി തീർച്ചയായി അധപ്പതിക്കും. കൂടാതെ സുപ്രധാനമായ ദൈവഭക്തിയുടെ ആത്മാവ് അപ്രത്യക്ഷമാകും. നാം ആ 10 കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകും. എപ്രകാരം നമ്മൾ അന്ധകാര യുഗത്തിലായിരുന്നുവോ ആ സ്ഥിതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ കൽപ്പനകൾ വിട്ടുകളയാതെ, ഏതാണ് ആ ശരിയായ മാർഗം അത് വിട്ടുകളയാതെ നാം മുന്നോട്ട് പോവുക. നമുക്ക് ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ട്, ഫ്രഞ്ച് വിപ്ലവത്തിൽ വൻ വിവാഹത്തിൻ്റെ തത്വങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ തീർച്ചയായും നമുക്ക് ആ വൻ വിവാഹത്തിൻ്റെ തത്വങ്ങൾ കാണുവാൻ സാധിക്കും. അതിന് വെളിപ്പാട് 11-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അതിന് മനസ്സിലാക്കാം. ഏതൊക്കെ രീതിയിൽ വചനത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ആ പീഡനത്തിൽ നിന്ന് എപ്രകാരം ആ സാത്താൻ്റെ പിടിയിൽ നിന്ന് അത് മോചനം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്, ദൈവമില്ലെന്ന് വാദിക്കുമ്പോൾ ഒരു വ്യക്തി എഴുതി. ഇവിടെ എന്താണ്? ദൈവമില്ലെന്ന് വ്യക്തി വാദിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് അതിർവരമ്പുകൾ ആവശ്യമില്ല, ഈ അതിർവരമ്പുകളില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രനാകുമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും അതിർവരമ്പുകൾ ഇല്ലാതെ സ്വതന്ത്രനാകുവാൻ സാധിക്കുകയില്ല. ആ സ്വാതന്ത്ര്യം ഒരിക്കലും അത് സന്തോഷത്തിലേക്ക് നയിക്കുകയില്ല, അത് സമാധാനമില്ലായ്മയിലും അസമാധാനത്തിലേക്ക് നയിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ അത്തരം ആശയങ്ങൾ എങ്ങനെ സഹായിക്കും? തീർച്ചയായും ഈ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കാൻ ആശയങ്ങൾ അതിന് സഹായകരമാകും. തീർച്ചയാണ്. ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അവിടെ എല്ലാ ക്രിസ്ത്യാനികളും അവിടെ പീഡിപ്പിക്കപ്പെട്ടു. മതമനുഷ്ഠിക്കുന്ന ആരായാലും തന്നെ അവരെ പീഡിപ്പിക്കപ്പെട്ടു. അവർ ആ സമയത്ത് തന്നെ കൊല്ലുവാനാണ് അവരെ മുതിർന്നത്. എല്ലാം അവിടെ രക്തപ്പുഴ ഒഴുകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് അവരൊരു പ്രത്യേക ഒരു മെഷീൻ തന്നെ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഗില്ലോട്ടീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ. അത് നമ്മൾ കഴുമരം പോലെ ഇരിക്കും കാണാൻ, പക്ഷേ കഴുമരത്തിൻ്റെ അവിടെ കയറാണെങ്കിൽ ഇത് ഒരു ബ്ലേഡാണ്, വളരെ മൂർച്ചയുള്ള ഒരു ബ്ലേഡ്. ഈ മൂർച്ചയുള്ള ഒരു ബ്ലേഡ് അവരുടെ തല മുറിച്ച് കളയാനാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ തൂക്കുകയറെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വേദനാജനകമാണ്. അത് കയറ് മുറുകുമ്പോൾ ശ്വാസം മുട്ടും, പല പല പ്രശ്നങ്ങളുണ്ടാകും.
എന്നാൽ ഇത് ആ കഴുത്തവിടെ വയ്ക്കുമ്പോൾ തന്നെ ഇത് വളരെ സ്പീഡിൽ ഈ ബ്ലേഡ് വന്ന് തലയിൽ ഇടിക്കുകയും അങ്ങനെ തല ഒറ്റ സെക്കൻഡ് കൊണ്ട് മുറിഞ്ഞു പോവുകയും ചെയ്യും. അതിനവർ പറയുന്നത് ഇത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ്, അവരെ കൊല്ലും തീർച്ചയാണ്, പക്ഷേ വേദന ഇല്ലാതെ അവർക്ക് പെട്ടെന്ന് ഞൊടിയിടയില്ലാതെ അവർക്ക് മരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗില്ലോറ്റീൻ എന്നുള്ള ആ ഒരു കഴുമരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു യന്ത്രം അവിടെ വയ്ക്കുകയും അതിലാണ് ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഇല്ലെന്നുള്ളതിന് നമുക്ക് യോജിക്കുവാൻ സാധിക്കില്ല. കാരണം അത് നശിക്കുകതന്നെ ഫ്രഞ്ച് വിപ്ലവം അധികം നാൾ നീണ്ടു നിന്നില്ല. എന്നാലും ഇപ്പോഴും അവിടെ നിരീശ്വരവാദികൾ അധികം ഉണ്ടെന്ന് നാം കേൾക്കുന്നു ഫ്രാൻസിൽ. അപ്പോൾ ഈ ഫ്രാൻസിൻ്റെ പാരീസിൽ അനേകം പേരെ കൊല്ലുവാനിടയാക്കി തീർന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ മതമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കില്ല. ദൈവവിശ്വാസത്തോടെ പോകുമ്പോൾ മാത്രമാണ് സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അന്തിമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മതത്തെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അന്തിമ സംഭവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് യോഹന്നാൻ്റെ ദർശനത്തിൻ്റെ പ്രാധാന്യം അത് നമ്മൾ കണ്ടല്ലേ. എന്താണ് ആ ദർശനത്തിൽ? അവിടെ ഒരു പെട്ടകമുണ്ട്, ഒരു വിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലത്ത് പെട്ടകമുണ്ട്, പെട്ടകത്തിൻ്റെ പുറത്ത് 2 കെരൂബുകൾ, നടുക്ക് കൃപാസനം, അതിൻ്റെ ആ പെട്ടകത്തിനകത്ത് 10 കൽപ്പനകൾ. അപ്പോൾ 10 കൽപ്പനയുടെ പ്രാധാന്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 6ാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു. 2 സാക്ഷികൾ. ഇതിൻ്റെ മനപ്പാഠവാക്യം: പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. നമ്മൾ അതിന് അനേകം ഉദാഹരണങ്ങളും പ്രവചനവും എല്ലാം കണ്ടു. അപ്പോൾ ആ വചനം നമ്മളെന്നും ധ്യാനിക്കുക, പഠിക്കുക, വ്യാഖ്യാനിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വ്യാഖ്യാനിക്കുക. അദ്ദേഹം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠമാക്കിയിരിക്കുന്ന കർത്താവെ, കർത്താവയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവ്, ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം. അവിടുന്ന് വചനമാകുന്നു കർത്താവെ. അവിടുന്ന് തന്നെ ജഡമായി തീർന്ന് ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് ഞങ്ങൾ അറിയുന്നു. ആ തിരുവചനം നശിപ്പിക്കുവാൻ വേണ്ടി അനേകർ ശ്രമം നടത്തി. എന്നാൽ അത് ഇന്നും 10 മടങ്ങ് ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വെളിച്ചമായത് നിലനിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ദിവ്യവചനം, ഈ വേദപുസ്തകം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് കാണിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ പാഠം പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഇത് എല്ലാവർക്കും ഒരു വെളിച്ചമായി തീരുവാൻ അവിടെ ഇടയാക്കണം. ചോദിച്ചൊരുപരി നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ നിമിത്തം പ്രാർത്ഥനയ്ക്ക് മാറണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ.